ഹായ് ഓൾ, പാർട്ട് 5 വീഡിയോ ഓഫ് പോളിനോമിയൽസ്. ഈ വീഡിയോയിൽ പേജ് നമ്പർ 184 3 ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നേരെ ആദ്യത്തെ ചോദ്യത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് ടെക്സ്റ്റ് ബുക്കിൽ. അതെന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. റൈറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്പറേഷൻസ് ആസ് ആൻ അൾജിബ്രൈക് എക്സ്പ്രഷൻ. ചെക്ക് വിച്ച് ഓഫ് ദം ആർ പോളിനോമിയൽസ്. ഗീവ് റീസൺ. താഴെ 3 ഓപ്പറേഷൻസ് കൊടുത്തിട്ടുണ്ട്. കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഗുണിക്കാനൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഓപ്പറേഷൻസ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനെ ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ ആക്കിയിട്ട് നമ്മൾ എഴുതണം. എഴുതി കഴിഞ്ഞതിന് ശേഷം അത് പോളിനോമിയൽ ആണോ അല്ലേ എന്ന് പറയണം. ആണെങ്കിലും അല്ലെങ്കിലും എന്ത് ചെയ്യണം, അതിൻ്റെ റീസൺ എന്താണെന്ന് പറയണം. അപ്പോൾ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കുക. സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ എന്നാണ് പറയുന്നത്. രണ്ടാമത്തേതോ സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് സ്ക്വയർ റൂട്ട് എന്നാണ് പറയുന്നത്. ഈ രണ്ടെണ്ണം നമുക്ക് ഒപ്പരാണ്ട് ചെയ്യാം. സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ. നേരെ ആൻസറിൻ്റെ പാട്ടിലേക്ക്. സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ എന്നല്ലേ. അപ്പോൾ ഇവിടെ ഒരു നമ്പറും ഉണ്ട്. ആ നമ്പറിൻ്റെ എന്തും കണ്ടുപിടിക്കേണ്ടി വരും, റെസിപ്രോക്കലും കണ്ടുപിടിക്കേണ്ടി വരും. എന്നിട്ട് അവരെ പിടിച്ച് കൂട്ടേണ്ടി വരും. നോക്കിക്കോ, ലെറ്റ് നമ്പർ ഇസ് ഈക്വൽ ടു, നമ്പറിനെ ഞാൻ എന്തെന്ന് വിളിച്ചു, എക്സ് എന്ന് വിളിച്ചു. എന്താണ് ഈ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ 2 എന്ന് പറഞ്ഞ നമ്പറിൻ്റെ റെസിപ്രോക്കൽ എത്രയാണ്? 1/2 ആണ്. 1 എന്ന് പറഞ്ഞിട്ട് എഴുതുന്നതിനെയാണ് റെസിപ്രോക്കൽ എന്ന് പറയാം. 3ൻ്റെ റെസിപ്രോക്കൽ എന്താ? 1/3 ആണ്. 4ൻ്റെ റെസിപ്രോക്കൽ എന്താ? 1/4. 5ൻ്റെ ആണെങ്കിലോ 1/5. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും എടാ? 1/x ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ എഴുതി റെസിപ്രോക്കൽ. ആ നമ്പറിൻ്റെ റെസിപ്രോക്കൽ എന്താ വരിക? 1/x. ഇനി ഇവർ തമ്മിലുള്ള സമ്മല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, എഴുതിക്കോ സമ്മ്. രണ്ടും പട പിടിച്ച് കൂട്ടാനാണ് പറഞ്ഞത്. എക്സ് പ്ലസ് 1/x. ഇത് പോളിനോമിയൽ ആണോ അല്ലേ എന്നാണ് ചോദ്യം. പോളിനോമിയൽ ആണോ? ഒറ്റയടിക്കാൻ അല്ല എന്ന് മനസ്സിലാവും. കാരണം എന്താ, എക്സ് എവിടെ വന്നിട്ടുണ്ട്? വേരിയബിൾ ഡിനോമിനേറ്ററിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതെന്തല്ല, ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ. അതൊരു പോളിനോമിയൽ അല്ല. അതിനൊരു റീസണും നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്താ റീസൺ? എക്സ് കംസ് ഇൻ ദ ഡിനോമിനേറ്റർ. എക്സ് ഡിനോമിനേറ്ററിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തല്ല, ഇതൊരു പോളിനോമിയൽ അല്ല. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ. സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് സ്ക്വയർ റൂട്ട് എന്നാണ് പറയുന്നത്. നമ്പറിൻ്റെ സമ്മും അതിൻ്റെ സ്ക്വയർ റൂട്ടിൻ്റെ സമ്മും. നമ്പറിൻ്റെ സമ്മും അതിൻ്റെ സ്ക്വയർ റൂട്ടിൻ്റെ എന്താണ്? സമ്മും. നേരത്തെ അതേപോലെ നമ്പറിനെ നമ്മൾ വിളിക്കും ലെറ്റ് നമ്പർ ഇസ് ഈക്വൽ ടു, നമ്പറിനെ നമ്മൾ വിളിച്ചു എക്സ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് എങ്ങനെയാണ് കാണാം? ഒരു റൂട്ട് ഇട്ടെടുത്താൽ മതി, റൂട്ട് എക്സ്. ഇനി ഇവർ തമ്മിലുള്ള സമ്മ്, രണ്ടും തമ്മിലുള്ള സമ്മ്, ദെയർ സം എക്സ് പ്ലസ് റൂട്ട് എക്സ് എന്നല്ലേ വരിക? എക്സും റൂട്ട് എക്സും പോളിനോമിയൽ ആണോ? അല്ല. പോളിനോമിയൽ അല്ലാത്തതിന് കാരണം എന്താ? എക്സിൻ്റെ റൂട്ട് എടുത്തിട്ടുണ്ട്, വേരിയബിളിൻ്റെ എന്തെടുത്തിട്ടുണ്ട്? റൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ. പോളിനോമിയൽ അല്ല. കാരണം കൂടെ അവിടെ എഴുതിച്ചേക്കുക. റീസൺ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഈസ് ടേക്കൺ. എക്സിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തിട്ടുള്ളതിനാൽ ഇതെന്തല്ല, ഒരു പോളിനോമിയൽ അല്ല. ഇനി മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്. ദ പ്രൊഡക്റ്റ് ആണ് എടുക്കേണ്ടത്, മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. ആരൊക്കെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് സ്ക്വയർ റൂട്ട് ആൻഡ് ഡിഫറൻസ്. സം ഓഫ് ദ നമ്പർ ആൻഡ് ഇറ്റ്സ് സ്ക്വയർ റൂട്ട് ആൻഡ് ദ ഡിഫറൻസ് ഓഫ് ദ സ്ക്വയർ റൂട്ട് ആൻഡ് ദ നമ്പർ. ഒരു നമ്പർ, ഫോർ എക്സാമ്പിൾ നമ്പർ തന്നെ നമുക്ക് എടുത്തു നോക്കാം. എന്നിട്ട് നമുക്ക് എക്സ് എന്നൊക്കെ എടുത്തിട്ട് ചെയ്യാം. ഇവിടെ 2 എന്ന് പറഞ്ഞ നമ്പറാണെന്ന് വിചാരിച്ചോ. 2 എന്ന് പറഞ്ഞ നമ്പറാണെങ്കിൽ 2ൻ്റെ സ്ക്വയർ റൂട്ടിനെയും കൂടെ എടുക്കാൻ പറഞ്ഞു. 2ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? √2. എന്നിട്ട് 2ഉം √2ഉം കൂട്ടി സമ്മ് കണ്ടു. 2ന്ന് √2 കുറച്ചു. അവരുടെയും പ്രൊഡക്റ്റ് എടുക്കുക. ഈ 2 ടീമിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് ഒരു പോളിനോമിയൽ ആണോ അല്ലേ എന്നാണ് ചോദിച്ചത്. നേരെ ചെയ്തു നോക്കാം. ഇവിടെയും നമ്മൾ നേരെ ആദ്യം നമ്പറിനെ എക്സ് എന്നാണ്ട് അസ്യൂം ചെയ്യും. ലെറ്റ് നമ്പർ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് വിളിച്ചു. ഇനി അതിൻ്റെ സ്ക്വയർ റൂട്ട് അറിയണ്ടേ? നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എന്താ? എക്സിൻ്റെ സ്ക്വയർ റൂട്ട് എന്താ? √x ആണ്. ഇനി ഇവരെ രണ്ടാളും കൂട്ടിക്കഴിഞ്ഞാൽ സമ്മല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സമ്മ് എന്താണ് കിട്ടുക? എക്സ് പ്ലസ് √x എന്ന് കിട്ടും. ഡിഫറൻസും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്.
എക്സ് മൈനസ് റൂട്ട് എക്സ് എന്ന് കിട്ടും. സം എന്ന് പറഞ്ഞാൽ രണ്ടാളെയും പിടിച്ച് കൂട്ടുന്നു, എക്സ് പ്ലസ് റൂട്ട് എക്സ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുന്നു, എക്സ് മൈനസ് റൂട്ട് എക്സ്. ഇനി ഈ രണ്ട് ടീമിനെയും ഗുണിക്കാനാണ് പറഞ്ഞത്, അവരുടെ പ്രൊഡക്റ്റ് എടുക്കാനാണ് പറഞ്ഞത്. നോക്കാം പ്രൊഡക്റ്റ് എന്താ നോക്കാം. പ്രൊഡക്റ്റ് സീക്കൽ ടു എക്സ് പ്ലസ് റൂട്ട് എക്സ് ഇൻറ്റു എക്സ് മൈനസ് റൂട്ട് എക്സ്, എക്സ് പ്ലസ് റൂട്ട് എക്സ് ഇൻറ്റു എക്സ് മൈനസ് റൂട്ട് എക്സ്. ചിലപ്പം ഇതുവരെ എഴുതിയാൽ നിങ്ങൾ ചിലപ്പം പറയും റൂട്ട് എക്സ് എടുത്തിട്ടില്ലേ, സ്ക്വയർ റൂട്ട് എടുത്തിട്ടില്ലേ, അതുകൊണ്ട് ഇതെന്തല്ല പോളിനോമിയൽ അല്ല എന്ന് പറയും. പക്ഷേ എങ്ങനെ പറയരുത്, ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് ചെയ്ത് നോക്കണം, ചെയ്തിട്ട് കിട്ടുന്ന ഫൈനൽ ആൻസറിലാണ് നമ്മൾ റൂട്ട് ഉണ്ടോ റൂട്ട് ഇല്ല എന്നൊക്കെ നോക്കേണ്ടത്. നോക്കാം, എക്സ് പ്ലസ് റൂട്ട് എക്സ് ഇൻറ്റു എക്സ് മൈനസ് റൂട്ട് എക്സ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടടാ ഈ ഒരു ഫോം? നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, ഇങ്ങനെയാണ് ഐഡൻറ്റിറ്റി, എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. നിങ്ങൾ പഠിച്ചതാ. എന്താ ഈ ഐഡൻറ്റിറ്റിൻ്റെ റിസൾട്ട് കിട്ടുക? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. എന്ന് വെച്ചാൽ ഒരാളുടെ സമ്മും രണ്ടാളുകളുടെ സമ്മും അവരുടെ ഡിഫറൻസും തമ്മിലുള്ള പ്രൊഡക്റ്റ് നമ്മൾ കാണുന്നതിന് പകരം അവരുടെ സ്ക്വയേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ മതി, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ കണ്ടാൽ മതി. അപ്പോൾ അതേമാതിരി ഇവിടെ ഒന്ന് നോക്കിക്കേ, ഇവിടെ ആദ്യത്തെ എക്സിന് പകരം തന്നെ ഉണ്ട് എക്സ് തന്നെ ഉണ്ട്, വൈക്ക് പകരം ആരാ ഉള്ളത്? റൂട്ട് എക്സ് ഉള്ളത്. അപ്പം എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്നുള്ള ഫോമിലാണ് ആൻസർ കിട്ടുക എക്സ് സ്ക്വയർ മൈനസ് റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ എന്നാണ് കിട്ടുക. ഇനി ഇതിനൊന്നും കൂടെ ചെറുതാക്കുമ്പം എക്സ് സ്ക്വയർ അതുപോലെ തന്നെ വന്നു. റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, റൂട്ട് 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ആണ്. എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് 2 ഇൻറ്റു 2 ആണ്. ഫൈനൽ ആൻസർ എന്താ കിട്ടുക? 2 എന്നാണ് ആൻസർ കിട്ടുക. അതേപോലെ റൂട്ട് 3ൻ്റെ സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട് 3 ആണ്. റൂട്ട് 5ൻ്റെ സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട് എത്രയാണ്? 5 ആണ്. അപ്പോൾ അതേപോലെ ഇവിടെ റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എന്താ കിട്ടുക? എക്സ് ആണ് കിട്ടുക. അപ്പം എക്സ് സ്ക്വയർ മൈനസ് ഈ റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ എന്നുള്ളത് എന്തായിട്ട് മാറും? എക്സ് ആയിട്ട് മാറും. അപ്പോൾ പ്രൊഡക്റ്റ് കിട്ടുക എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് എക്സ് എന്നാണ് കിട്ടുക. എടാ ഇത് പോളിനോമിയൽ ആണോ അല്ലേ എന്നാണ് ചോദിച്ചത്. ഇറ്റ് ഈസ് എ പോളിനോമിയൽ എന്നാണ് ആൻസർ. ഇതൊരു പോളിനോമിയലാണ്. കാരണം എന്താ? അവിടെ റൂട്ട് വന്നിട്ടില്ല, ഡിനോമിനേറ്ററിൽ എക്സ് വന്നിട്ടില്ല, എക്സിൻ്റെ പവറൊക്കെ എന്തിനാണ്? എക്സ്പോണൻസ് ഓഫ് എക്സ് എന്താണ്? നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ റീസൺ ആയിട്ട് നമുക്ക് അത് എഴുതി വെച്ചാൽ മതി. റീസൺ എക്സ്പോണൻസ് ഓഫ് എക്സ് ഈസ്, അല്ലെങ്കിൽ ആർ, രണ്ടാൾക്കാരുണ്ടല്ലോ അവിടെ, ആർ നാച്ചുറൽ നമ്പർ. എക്സ്പോണൻസ് ഒക്കെ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പം രണ്ടാമത്തെ ചോദ്യം വളരെ എളുപ്പമാണ്. 3 സബ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഇതിനേക്കാൾ എളുപ്പമാണ് ചോദ്യം. എന്താ ചോദ്യം നോക്കാം. ഫോർ ഈച്ച് ഓഫ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഗിവൺ ബിലോ. താഴെ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ആദ്യ ഒരാളുണ്ട്, പിന്നെ ഒരാളുണ്ട്, പിന്നെ മൂന്നാമത്തെ ഒരാളുണ്ട്. 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. കമ്പ്യൂട്ട് പി ഓഫ് 1 ആൻഡ് പി ഓഫ് 10. ഓരോന്നിനും പി ഓഫ് 1ഉം പി ഓഫ് 10ഉം കണ്ടുപിടിക്കണം. നമ്മൾ ഇതേപോലത്തെ ചോദ്യം ഇതിനു മുമ്പ് ചെയ്തതാണ് ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ. വളരെ എളുപ്പമാണ്. അപ്പോൾ നേരിട്ട് ആൻസറിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x പ്ലസ് 5 എന്നാണ് പറയുന്നത്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 2x പ്ലസ് 5. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കണം? പി ഓഫ് 1. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സിമ്പിളാണ്. ഈ എക്സ് മാറി ഇവിടെ എന്തായി? 1 ആയി. അപ്പോൾ റൈറ്റ് സൈഡിലും എക്സ് മാറിയിട്ട് എന്താവും? അവിടെ 1 ആവും. നോക്കിക്കോ, 2 ഇൻറ്റു എക്സ് എന്നുള്ളിടത്ത് 2 ഇൻറ്റു 1 പ്ലസ് 5. ഈ 2 ഇൻറ്റു 1 എത്രയാണ്? 3 ആണ്. 2 ഇൻറ്റു 1 എത്രയാണ്? 2 ആണ്. 2 പ്ലസ് 5 എന്ന് വരും. 2 പ്ലസ് 5 എത്ര ആൻസർ? 7 ആണ് ആൻസർ. വളരെ എളുപ്പം. ഇനി പി ഓഫ് 10 കണ്ടുപിടിക്കാൻ പറഞ്ഞു. പി ഓഫ് 10 എങ്ങനെയാണ് പി ഓഫ് 10 കണ്ടുപിടിക്കുക? നോക്കിക്കോ, എക്സ് മാറിയിട്ട് ഇപ്പം എന്തായത്? ഇവിടെയുള്ള എക്സ് മാറിയിട്ട് ഇവിടെ എന്തായി? 10 ആയി. അപ്പോൾ റൈറ്റ് സൈഡിലുള്ള 2xൻ്റെ കൂടെയുള്ള എക്സ് മാറിയിട്ട് എന്താവും? 10 ആവും. നോക്കുക, 2 ഇൻറ്റു 10 പ്ലസ് 5. 2 ഇൻറ്റു 10 2 ഇൻറ്റു 10 എത്രയാണ് കിട്ടുക? 20 കിട്ടുക. 20 പ്ലസ് 5, 20 പ്ലസ് 5 എത്രയാണ്? 25. അപ്പോൾ ആദ്യത്തെ ആൻസർ 7ഉം രണ്ടാമത്തെ ആൻസർ എത്രയാണ്? 25ഉം കിട്ടും. വളരെ എളുപ്പം. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നമ്പർ 2 ഇങ്ങനെയാണ് പറയുന്നത്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 1. കണ്ടുപിടിക്കാൻ പറയുന്നത് പി ഓഫ് 1. വളരെ എളുപ്പം. എക്സ് മാറി എന്തായി? 1 ആയി. അപ്പോൾ അപ്പുറത്ത് 3x സ്ക്വയർ എന്നാണ് പറയുന്നത്. 3 ഇൻറ്റു എക്സ് സ്ക്വയർ. അപ്പോൾ അവിടെ 3 ഇൻറ്റു എന്താവും? എക്സിന് പകരം 1 സ്ക്വയർ പ്ലസ്
6 ഇൻറ്റു എക്സ് എന്നാണ് പറയുന്നത് 6x. അപ്പം 6 ഇൻറ്റു 1 എന്ന് വരും പ്ലസ് ലാസ്റ്റ് ഒരു 1 തന്നെയാണ്. 3 ഇൻറ്റു 1 സ്ക്വയർ എന്നല്ലടാ, 3 ഇൻറ്റു 1 സ്ക്വയർ. ഈ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, 1 ഇൻറ്റു 1 ആണ്. 1 ഇൻറ്റു 1 എത്രയാണ്, 1 തന്നെയാണ്. അപ്പോൾ 3 ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു എന്തെന്ന് വരും, 1. 3 ഇൻറ്റു 1 എത്രയാണ്, 3. ഇങ്ങനെ എഴുതി നോക്കൊന്നും വേണ്ട, ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. 3 എന്ന് ആൻസർ കിട്ടും. അടുത്തത് 6 ഇൻറ്റു 1 എന്നല്ലേ അവിടെ പറയുന്നത്, 6 ഇൻറ്റു 1. 6 ഇൻറ്റു 1 എത്രയാണ്, 6 പ്ലസ് ലാസ്റ്റ് ഒരു 1 ഉണ്ട്. 6 3 9, 9 1 എത്രയാണ്, 10. പി ഓഫ് 1ൻ്റെ വാല്യൂ എന്ത് കിട്ടി, 10 കിട്ടി. ഇനി അടുത്തത് പി ഓഫ് 10, നേരത്തെ പോലെ എക്സിന് പകരം 10. അപ്പോൾ 3 ഇൻറ്റു 10 സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു എക്സ് എന്നുള്ളടത്ത് 6 ഇൻറ്റു 10 പ്ലസ് 1. 10 സ്ക്വയർ എത്രയാണ്, 10 സ്ക്വയർ 100 ആണ്. 10 ഇൻറ്റു 10. 3 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എത്ര വരും, 300 വരും. അപ്പോൾ ആദ്യത്തെ ടേം 3 ഇൻറ്റു 10 സ്ക്വയർ എന്നുള്ളതിൻ്റെ വാല്യൂ എത്രയാണ്, 300 എന്നാണ് കിട്ടുക. പ്ലസ് 6 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 60, ലാസ്റ്റ് ഒരു 1 ഉണ്ട്. 300 60 1 361, 361 എന്നാണ് ആൻസർ കിട്ടുക. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ. സബ് ക്വസ്റ്റ്യൻ നമ്പർ 3. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x ക്യൂബ് പ്ലസ് 2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 7. നേരത്തെ അതേപോലെ പി ഓഫ് 1, എക്സ് ഉള്ളവർക്കൊക്കെ എന്ത് വരും, 1 വരും. 4x ക്യൂബ് എന്നല്ലേ, അപ്പോൾ 4 ഇൻറ്റു 1 ക്യൂബ് പ്ലസ് 2x സ്ക്വയർ എന്നാണ്, അപ്പോൾ 2 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 3x എന്നാണ്, അപ്പോൾ 3 ഇൻറ്റു 1 പ്ലസ് 7. ഇനി ആദ്യത്തെ ടേം നോക്കിക്കോ, 4 ഇൻറ്റു 1 ക്യൂബ് എന്നാണ്. 4 ഇൻറ്റു 1 ക്യൂബ് എന്താ ഈ 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ, 1 ഇൻറ്റു 1 ഇൻറ്റു 1. 1 ഇൻറ്റു 1 ഇൻറ്റു 1 എത്രയാണ്, 1 തന്നെയാണ്. അപ്പോൾ 4 ഇൻറ്റു 1 എന്നല്ല ഇതിൻ്റെ ആൻസർ വരിക. 4 ഇൻറ്റു 1 എത്രയാണ്, 4. ഈ ടേം മാറി 4 ആയി. അടുത്ത ആൾ നോക്കിക്കോ, 2 ഇൻറ്റു 1 സ്ക്വയർ എന്നാണ്. 2 ഇൻറ്റു 1 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ, 2 ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ഇൻറ്റു 1. 2 ഇൻറ്റു 1 ഇൻറ്റു 1 എത്ര തന്നെയാണ് കിട്ടുക, 2 തന്നെയാണ് ആൻസർ കിട്ടുക. അപ്പോൾ അടുത്ത ആൾ 2 പ്ലസ് 3 ഇൻറ്റു 1, നമുക്ക് ഇനി വേറെ ചെയ്യൊന്നും വേണ്ട, 3 തന്നെ പ്ലസ് 7. ഇതാണ് വാല്യൂ. എടാ 7 3 കൂട്ടിയാൽ 10, 10 2 12, 12 4 ആൻസർ കിട്ടുക എത്രയാണ്, 16. 16 ആണ് ആൻസർ. അപ്പോൾ പി ഓഫ് 1 കിട്ടി 16. ഇനി പി ഓഫ് 10 എങ്ങനെ കണ്ടുപിടിക്കുക, 4 ഇൻറ്റു എക്സ് ക്യൂബ് എന്നുള്ളിടത്ത് 4 ഇൻറ്റു 10 ക്യൂബ് പ്ലസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ എന്നുള്ളിടത്ത് 2 ഇൻറ്റു 10 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു എക്സ് എന്നുള്ളിടത്ത് 3 ഇൻറ്റു 10 പ്ലസ് 7. നോക്കിക്കോളണേ, ആദ്യത്തെ ആൾ 4 ഇൻറ്റു 10 ക്യൂബ്. എന്താ 10 ക്യൂബ്, 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 10 ഇൻറ്റു 10 അല്ലേ, 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 10 ഇൻറ്റു 10 എന്ന് വെച്ചാൽ 1 ഇട്ടിട്ട് 3 പൂജ്യം ഇടുക, 1000 എന്നാണ് കിട്ടുക. 4 ഇൻറ്റു 10 ക്യൂബ് എന്നാണ് പറഞ്ഞത്, അപ്പോൾ 4 ഇൻറ്റു 1000. 4 ഇൻറ്റു 1000 എത്രയാണ്, 4000. വീണ്ടും പറയുന്നു, ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിൽ ചെയ്താൽ മതി. 4000 അവിടെ എഴുതി. പ്ലസ് അടുത്ത ആളാരാ, 2 ഇൻറ്റു 10 സ്ക്വയർ എന്നാണ് പറയുന്നത്. നോക്കുക, 2 ഇൻറ്റു 10 സ്ക്വയർ 10 ഇൻറ്റു 10. 10 ഇൻറ്റു 10 എത്രയാണ്, 100. അപ്പോൾ 100 ഇൻറ്റു 2 ആണ് വരിക, എത്ര കിട്ടും, 200. അപ്പോൾ അത് 200 ആയി. അടുത്ത് 3 ഇൻറ്റു 10 ആണുള്ളത്. 3 ഇൻറ്റു 10 എത്രയാണ്, 30 പ്ലസ് 7. 4200, 4200. അതിനോടൊരു 30 കൂട്ടി, 4230. വീണ്ടും ഒരു 7 കൂട്ടി, 4237. 4237 എന്നാണ് ആൻസർ കിട്ടുക. പി ഓഫ് 10 ആ ആൻസറും ആയി. ആ സബ് ക്വസ്റ്റ്യൻ അങ്ങോട്ട് കഴിഞ്ഞു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 3 സബ് ക്വസ്റ്റ്യൻ ആണ്, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യനും ഇതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു 6 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്, ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ പറയുന്നത് ശ്രദ്ധിച്ചോ. ഫോർ ഈച്ച് ഓഫ് ദ പോളിനോമിയൽസ് പി ഓഫ് എക്സ് ഗിവൺ ബിലോ കമ്പ്യൂട്ട് പി ഓഫ് 0, പി ഓഫ് 1, പി ഓഫ് -1. 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാത്തിലും പി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. പി ഓഫ് 0 കണ്ടുപിടിക്കണം ഫസ്റ്റ്, പി ഓഫ് 1 കണ്ടുപിടിക്കണം സെക്കൻഡ്, പിന്നെ ആരെ കണ്ടുപിടിക്കണം, പി ഓഫ് -1 കണ്ടുപിടിക്കണം. നോക്കാം. ആദ്യത്തെ ചോദ്യം, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x + 5 എന്നാണ്. ആദ്യം കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് 0. എക്സ് മാറി എന്തായി, 0 ആയത്. അപ്പോൾ 3 ഇൻറ്റു 0 + 5 എന്ന് വരും. മക്കളെ ശ്രദ്ധിച്ചോ, 3 ഇൻറ്റു 0, 3 ഇൻറ്റു 0 എന്താ കിട്ടുക, 0 ആണ് കിട്ടുക. അപ്പോൾ 0 + 5, 0 5 കൂട്ടി എത്ര കിട്ടുക, 5 ആണ് ആൻസർ. ആൻസർ ഈസ് 5. ഇനി അടുത്തത് പി ഓഫ് 1 കണ്ടുപിടിക്കണം. പി ഓഫ് 1 എന്താടാ, പി ഓഫ് എക്സ് 3 ഇൻറ്റു എക്സ് + 5.
അല്ലേ? അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറി? 3 ഇൻറ്റു 1 പ്ലസ് 5 എന്നായിട്ട് മാറി. 3 ഇൻറ്റു 1 എത്രയാണ്? 3 ഇൻറ്റു 1. 3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? 3 തന്നെയാണ് ആൻസർ, 3 തന്നെയാണ്. അപ്പോൾ 3 പ്ലസ് 3 പ്ലസ് 5 എന്ന് കിട്ടും. 3 പ്ലസ് 5 എത്രയാണ്? 8 ആണ് ആൻസർ. അപ്പോൾ ആദ്യത്തെ ആൻസർ കിട്ടി 5, രണ്ടാമത്തെ ആൻസർ എത്രയാണ്? 8. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പി ഓഫ് -1 എന്നാണ് പറഞ്ഞത്. മൈനസ് ഉള്ളത് നമ്മൾ അധികം ചെയ്തിട്ടില്ല അല്ലേ? അപ്പോൾ നോക്കാം എങ്ങനെയാണ് മൈനസ് ഉള്ളത് വരികയെന്ന്. പി ഓഫ് -1 മക്കളെ ഒരു വ്യത്യാസമില്ല, എക്സ് മാറി ആരായി? -1 ആയി. അപ്പോൾ ഇവിടെ 3x + 5 എന്നുള്ളിടത്ത് എക്സിന് പകരം ആരെ കൊടുക്കും? -1 കൊടുക്കും. നോക്കിക്കോ, 3 ഇൻറ്റു എക്സ് എന്നല്ലേ? അപ്പോൾ 3 ഇൻറ്റു -1 പ്ലസ് 5. എക്സ് മാറി ആരായി? -1 എന്നുള്ള വാല്യൂ ഞാൻ അവിടെ കൊടുത്തു. ആ മൈനസ് ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രാക്കറ്റ് ഇട്ടാലും ഇട്ടില്ലെങ്കിലൊന്നും കുഴപ്പമില്ല. ഇനി 3 ഇൻറ്റു -1 എത്രയാണ്? 3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഒരാൾ പ്ലസ്സും ഒരാൾ നെഗറ്റീവും ആയതുകൊണ്ട് ആൻസർ എത്ര കിട്ടും? -3. അപ്പോൾ -3 പ്ലസ് 5 എന്ന് ആൻസർ കിട്ടും. -3 പ്ലസ് 5 എങ്ങനെയാണ് അത് ചെയ്യുക? ഇത് 5 - 3ക്ക് ഈക്വലാണ്. 5 - 3 എത്രയാണ്? 2. അപ്പോൾ ആൻസർ എന്താ കിട്ടുക? 2 എന്ന് കിട്ടും. പി ഓഫ് 0 നമ്മൾ കണ്ടുപിടിച്ചു, പി ഓഫ് 1 നമ്മൾ കണ്ടുപിടിച്ചു, പി ഓഫ് -1 നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നേരെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താ സബ് ക്വസ്റ്റ്യൻ പറയുന്നത്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5x - 8 എന്നാണ് പറയുന്നത്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5x - 8. ആദ്യം പി ഓഫ് 0. ഇനി 0ൻ്റെ കേസ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, വളരെ എളുപ്പമാണ്. 5 ഇൻറ്റു 0 - 8. 5 ഇൻറ്റു 0 എന്തായിട്ട് വരും? 0 ആയിട്ട് വരും അല്ലേ? 5 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ് ആൻസർ. അപ്പം നമുക്ക് 0 - 8 എന്ന് പറയാം. 0ത്തിൽ നിന്ന് 8 കുറയ്ക്കണം. 0ത്തിൽ നിന്ന് 8 കുറച്ച് എന്താ കിട്ടുക? -8. നമ്മൾ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ ഒരുപാട് പഠിച്ചത്, അതായത് -8 എന്ന് കിട്ടും. ഇനി പി ഓഫ് 1. 5 ഇൻറ്റു 1 - 8. 5 ഇൻറ്റു 1 എന്താ? 5 -8. 5 നിന്ന് 8 കുറയ്ക്കണം. 5 നിന്ന് 8 കുറച്ചാൽ 8 നിന്ന് 5 കുറച്ചാൽ 3 അല്ലേ കിട്ടുക? അപ്പോൾ 5 നിന്ന് 8 കുറച്ചാൽ എന്താ കിട്ടുക? -3. -3 ആണ് നമ്മളെ ആൻസർ. -3 എന്ന് ആൻസർ കിട്ടും. ഇനി ഇവിടെ പി ഓഫ് -1. പി ഓഫ് -1 ഈ എല്ലാത്തിലും പി ഓഫ് -1 കളർ മാറ്റിയതെന്ന് വെച്ചാൽ ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ വരും. -1 ആയിട്ടുണ്ട് അല്ലേ? അതുകൊണ്ടാട്ടോ. എക്സ് മാറി എന്തായി? -1 ആയി. അപ്പോൾ നോക്കുക, 5 ഇൻറ്റു -1. 5 ഇൻറ്റു -1. ഞാൻ വീണ്ടും പറയുന്നു, ബ്രാക്കറ്റ് അതൊന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടി അവിടെ എഴുതിയെന്നേ ഉള്ളൂ, കൺഫ്യൂഷൻ ആവാതെക്കാൻ വേണ്ടിയിട്ട്. എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. -8. 5 ഇൻറ്റു -1 എന്താ ചെയ്ത് നോക്കാം. 5 ഇൻറ്റു -1. 5 ഇൻറ്റു 1 എത്രയാണ്? 5. അപ്പോൾ ഇവിടെ -5 എന്നാണ് ആൻസർ കിട്ടുക. കാരണം ഒരാൾ പോസിറ്റീവും അടുത്ത ആൾ നെഗറ്റീവും അല്ലേ? -5 എന്ന് കിട്ടും. -5 -8. -5 -8 ഇതെങ്ങനെയാണ് ചെയ്യുക? നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. -5 -8 എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാളെയും പിടിച്ച് കൂട്ടും. 5ഉം 8ഉം കൂട്ടും. എത്ര ആൻസർ കിട്ടും? 13. എന്നിട്ട് എന്തിട്ട് കൊടുക്കും? ഒരു മൈനസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ -13 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. എളുപ്പം. ഇനി ഇതേപോലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നമ്പർ 3. ഇങ്ങനെയാണ് പറയുന്നത്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x² പ്ലസ് 6x പ്ലസ് 1. നേരെ പി ഓഫ് 0 എന്താ വരിക? 3 ഇൻറ്റു x² 0² പ്ലസ് 6x 6 ഇൻറ്റു 0 പ്ലസ് 1 എന്ന് വരും. 3 ഇൻറ്റു 0² എന്തായി പോവും? 0 തന്നെയായിരിക്കും. 0² എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്, അത് പോയി. 3 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0. 6 ഇൻറ്റു 0 അതും എന്തായി? 0 ആയി. പിന്നെ ആര് മാത്രമേ അവിടെ ബാക്കിയുള്ളൂ? 1 മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ആൻസർ എന്താണ്? 1 ആണ്. ഇനി അടുത്തത് പി ഓഫ് 1. പി ഓഫ് 1 എന്താ വരിക? 3x² എന്നാണ് പറയുന്നത്. അപ്പോൾ 3 ഇൻറ്റു 1² പ്ലസ് 6x 6 ഇൻറ്റു 1 പ്ലസ് 1. 3 ഇൻറ്റു 1². 1² 1 ആണെന്ന് നമുക്കറിയാമല്ലേ? 3 ഇൻറ്റു 1 എത്രയാണ്? 3. 3 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 3. അടുത്തത് 6 ഇൻറ്റു 1 എന്ത് കിട്ടും? 6 പ്ലസ് 6 പ്ലസ് ലാസ്റ്റുള്ള 1. 6ഉം 3ഉം കൂട്ടിയാൽ 9 ആണ്. 9ഉം 1ഉം 10 ആണ് ആൻസർ. അപ്പോൾ പി ഓഫ് 1 ഇസ് ഈക്വൽ ടു 10 എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ, ഇനി അടുത്തത് പി ഓഫ് -1. പി ഓഫ് -1. എക്സ് മാറിയിട്ട് -1 അല്ലേ ആയത്? അപ്പോൾ 3 ഇൻറ്റു -1² എന്ന് കിട്ടും. 3x² എന്നുള്ളവർക്ക് 3 ഇൻറ്റു -1² പ്ലസ്
6x എന്നുള്ളടത്ത് 6 ഇൻറ്റു -1 കിട്ടും പ്ലസ് ലാസ്റ്റ് 1. ഇനി -1ൻ്റെ സ്ക്വയർ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു -1 ഇൻറ്റു -1 ആണ്. -1 ഇൻറ്റു -1 എത്രയാണ്? 1 ഇൻറ്റു 1 എത്രയാണ്? 1 ആണ്. മൈനസ് ഇൻറ്റു മൈനസ് എത്രയാണ്? പ്ലസ് ആണ്. അപ്പോൾ -1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? -1 സ്ക്വയർ എന്താണ്? 1 ആണ് ആൻസർ. -1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ 3 ഇൻറ്റു 1 ആണ് അതിൻ്റെ മീനിങ്. പ്ലസ് 6 ഇൻറ്റു -1 അല്ലേ? 6 ഇൻറ്റു -1 എത്ര കിട്ടുക? -6 ആണ് കിട്ടുക. പ്ലസ് 1. അപ്പോൾ ഞാനിവിടെ എഴുതുമ്പോൾ 3 പ്ലസ് -6 പ്ലസ് 1. ശ്രദ്ധിക്കണേ, ഇവിടെ ഒരു പ്ലസ്സും മൈനസും അടുത്തടുത്ത് വന്നു. ഈ പ്ലസ്സും മൈനസും അടുത്തടുത്ത് വന്നാൽ എന്താ സംഭവിക്കുക? അത് രണ്ടും കൂടെ മൈനസ് ആയി പോവും. പ്ലസ്സും മൈനസും അടുത്തടുത്ത് വന്നാൽ രണ്ടും കൂടി എന്തായി പോവും? മൈനസ് ആയി പോവും. അപ്പോൾ ഞാൻ അവിടെ എന്ത് എഴുതി? -6 എന്നാക്കി കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ? ഇനി 3 6 പോയി. ആദ്യം 3 6 പോയാൽ എത്ര കിട്ടുക? -3 ആണ് കിട്ടുക. 3 6 പോയാൽ -3 പ്ലസ് 1 ഉണ്ട്. -3 പ്ലസ് 1 അഥവാ 1 -3 ആണ്. ആൻസർ എന്താ? -2 ആണ് കിട്ടുക. അപ്പോൾ ഈ ആൻസർ എത്രയാണ് കിട്ടുക? ഫൈനൽ ആൻസർ -2 എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ, ഇനി തൊട്ടടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ സബ് ക്വസ്റ്റ്യൻ നമ്പർ 4. P of x എന്താ നോക്കിക്കേ. P of x is equal to 2x സ്ക്വയർ മൈനസ് 5x പ്ലസ് 3. P of 0 ഒരുപാട് ചെയ്തുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. 2 ഇൻറ്റു 0 സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 0 പ്ലസ് 3. 0 0 0 ഒക്കെ 0 ആയിപ്പോലെ. ഇത് 0 ആണ്. 5 ഇൻറ്റു 0 0 ആണ്. ലാസ്റ്റ് 6 മാത്രമേ വരുള്ളൂ, 3 മാത്രമേ വരുള്ളൂ. P of 0ൻ്റെ വാല്യൂ എന്താണ്? 3 എന്നാണ്. ഇനി P of 1 2 ഇൻറ്റു 1 സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 1 പ്ലസ് 3. 1 സ്ക്വയർ നമുക്കറിയാം 1 ആണ്. 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ആൻസർ 2 എന്ന് കിട്ടും. മൈനസ് 5 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. പ്ലസ് 3. നോക്കിക്കോ, ആദ്യം 2ന്ന് 5 കുറയ്ക്കാൻ പറഞ്ഞു. 2ന്ന് 5 കുറച്ചാൽ എന്താ ആൻസർ കിട്ടുക? ഞാൻ ഇവിടെ സൈഡിൽ എഴുതുന്നുണ്ട്. 2ൽ നിന്ന് 5 കുറച്ചാൽ 2ൽ നിന്ന് 5 പോയാൽ -3 ആണ് ആൻസർ കിട്ടുക. പ്ലസ് 3 എന്ന് അവിടെ ഉണ്ട്. -3 പ്ലസ് 3 എന്നുണ്ട്. -3 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ എന്താ? 3 - 3. 3 - 3 എത്രയാണ്? 0. അപ്പോൾ P of 1ൻ്റെ വാല്യൂ എന്താ കിട്ടുക? 0 എന്നാണ് കിട്ടുക. ഇനി P of -1. P of -1 നോക്കിക്കോ, 2x സ്ക്വയർ എന്നല്ലേ പറയുന്നത്. ഇവിടേക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ എഴുതാം. 2x സ്ക്വയർ മൈനസ് 5x പ്ലസ് 3 എന്നല്ലേ പറയുന്നത്. അപ്പോൾ നോക്കുക, 2 ഇൻറ്റു -1 സ്ക്വയർ മൈനസ് 5x 5 ഇൻറ്റു -1 5 ഇൻറ്റു -1 പ്ലസ് 3. ഇനി ആദ്യത്തെ ടേം എന്താ? 2 ഇൻറ്റു -1 സ്ക്വയർ. 2 ഇൻറ്റു -1 സ്ക്വയർ എന്താ കിട്ടുക? നമുക്കറിയാം -1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പം 2 ഇൻറ്റു -1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതെന്താണ് അതിൻ്റെ മീനിങ്? 2 ഇൻറ്റു 1 ആണ്. 2 ഇൻറ്റു 1 എത്രയാണ്? 2. അപ്പോൾ ആദ്യത്തെ ടേം 2 ആയി. മൈനസ് 5 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ എന്താണ്? -5 ആണ്. ശ്രദ്ധിക്കണേ, ഈ ഒരു മൈനസാണ് ഞാൻ ആദ്യം ഇട്ടത്. പിന്നെ ചെയ്തപ്പം 5 ഇൻറ്റു -1 ചെയ്തപ്പം കിട്ടിയ മൈനസാണ് രണ്ടാമതുള്ളത്. പ്ലസ് 3. എടാ, ഇതിൽ 2 ഇൻറ്റു 2 മൈനസും കൂടെ എന്തായി മാറും? പ്ലസ് ആയി മാറും. 2 പ്ലസ് 5 എന്നാവും, പ്ലസ് 3 എന്നാവും. 5ഉം 2ഉം കൂട്ടിയാൽ 7 ആണ് കിട്ടുക. 7നോടൊരു 3ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടുക? 10 ആണ് കിട്ടുക. അപ്പോൾ P of -1ൻ്റെ വാല്യൂ എന്താണ്? 10 ആണ്. P of -1 എത്രയാണ്? 10. ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ, സബ് ക്വസ്റ്റ്യൻ നമ്പർ 5. സബ് ക്വസ്റ്റ്യൻ നമ്പർ 5. P of x is equal to 4x cube plus 2x square plus 3x plus 7. നോക്കുക, P of 0 എന്താ കിട്ടുക? 4 ഇൻറ്റു 0 ക്യൂബ് പ്ലസ് 2 ഇൻറ്റു 0 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 0 പ്ലസ് 7. 0 ആകുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒക്കെ 0. ഇത് 0 ആയി, അടുത്തും 0, അടുത്തും 0. ലാസ്റ്റ് 6 മാത്രമേ വരുള്ളൂ, 7 മാത്രമേ അവിടെ വരുള്ളൂ. ബാക്കിയുള്ളതൊക്കെ 0 ആയിപ്പോയി. പ്ലസ് ചെയ്താലും മൈനസ് ചെയ്താലും ഒക്കെ 0. അപ്പോൾ 0 0 0 പോയി, ബാക്കി 7 മാത്രമേ ഉള്ളൂ. ആൻസർ 7 ആണ്. ഇനി അടുത്തത് P of 1. 4 ഇൻറ്റു 1 ക്യൂബ് പ്ലസ് 2 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ്
3 ഇൻറ്റു എക്സ് എന്നുള്ളത് 3 ഇൻറ്റു 1 പ്ലസ് 7. ഓരോരുത്തരായിട്ട് നോക്കാം. 1 ക്യൂബ് 1 ആണ്. 1 ഇൻറ്റു 4 1 ഇൻറ്റു 4 എന്ത് കിട്ടും? 4 കിട്ടും. ഇനി അടുത്ത് 1 സ്ക്വയർ 1 തന്നെയാണ്. 1 ഇൻറ്റു 2 1 ഇൻറ്റു 2 എന്താ കിട്ടുക? 2 ആണ് കിട്ടുക. പ്ലസ് അടുത്തത് 1 ഇൻറ്റു 3 1 ഇൻറ്റു 3 എന്താ കിട്ടുക? 3 കിട്ടും. പ്ലസ് 7. നോക്കുക, 7ഉം 3ഉം ഞാൻ പുറകുന്ന കേട്ടോ കൂട്ടി തുടങ്ങുന്നത്. 7ഉം 3ഉം 10, 10ഉം 2ഉം 12, 12ഉം 4ഉം 16. ആൻസർ കിട്ടുക 16 ആണ്. പി ഓഫ് 1 ഇസ് ഈക്വൽ ടു 16 ആൻസർ കിട്ടി. അടുത്തത് പി ഓഫ് -1. പി ഓഫ് -1 നോക്കിക്കോ. 4 ഇൻറ്റു -1 ക്യൂബ് 4s ക്യൂബ് എന്നുള്ളിടത്ത് 4 ഇൻറ്റു -1 ക്യൂബ് പ്ലസ് 2 ഇൻറ്റു -1 സ്ക്വയർ 2 ഇൻറ്റു -1 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു എക്സ് എന്നുള്ളിടത്ത് 3 ഇൻറ്റു -1 പ്ലസ് 7. ഇങ്ങനെയാണ് വരിക. ശ്രദ്ധിക്കണേ, -1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു -1 ആണ്. 1 ഇൻറ്റു 1 1ഉം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്സും ആവും അല്ലേ? -1ൻ്റെ ക്യൂബ് എന്താ വരിക? നോക്കിക്കോളാം. -1 ഇൻറ്റു -1 ഇൻറ്റു -1 ആണ്. എന്ന് വെച്ചാൽ 1 ഇൻറ്റു 1 1ഉം വീണ്ടും ഒരു 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 1 തന്നെയാണ് ആൻസർ. മൈനസും മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പം പ്ലസ് ആകും. ആ പ്ലസ്സും ഒരു മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? മൈനസ് ആവും ആൻസർ. ഇവിടെ ഒരു കാര്യം ഓർക്കാനുണ്ട്. -1 ഒരു ഓഡ് നമ്പറാണ് വരുന്നതെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? -1 തന്നെയായിരിക്കും. -1 ഒരു ഈവൺ നമ്പറാണ് വരുന്നതെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? +1 ആയിരിക്കും. ഓക്കെ ആണോ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ -1 ഓഡ് നമ്പറാണ്. ആൻസർ എന്താ? -1 തന്നെ. -1 ഓഡ് നമ്പറാണ്. ആൻസർ എന്താ? -1. -1 എന്തായിരിക്കും? ഓഡ് നമ്പറാണ്. -1. അതേപോലെ -1 സ്ക്വയർ ഈവൺ നമ്പറാണ്. 1 ആണ് ആൻസർ വരിക. ഇനി -1 എന്താ വരിക? 1 ആണ് ആൻസർ വരിക. അതുപോലെ -1 ഈവൺ നമ്പറാണ്. എന്താണ് ആൻസർ വരിക? 1 ആണ് ആൻസർ വരിക. അപ്പോൾ ഈ കാര്യം നമ്മൾ ഓർത്ത് വെച്ചാൽ ഇത് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടായിരിക്കും. ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തെന്നേ ഉള്ളൂ, കാര്യങ്ങളൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ചിലപ്പം പഠിച്ചിട്ടുണ്ടാവും. 8ാം ക്ലാസ്സിൽ നെഗറ്റീവ് നമ്പേഴ്സൊക്കെ ചെയ്യുന്നിടത്ത് ഈ -1ൻ്റെ സ്ക്വയറൊക്കെ നമ്മൾ ചെറുതായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യണം, നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യം -1ൻ്റെ ക്യൂബ് എന്ത് കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞാൽ ഓഡ് നമ്പർ അല്ലേ, -1 ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ കറക്റ്റ് മീനിങ് എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു -1 ആണ് അവിടെ കിട്ടുക. 4 ഇൻറ്റു -1 പ്ലസ് അടുത്തത് 2 ഇൻറ്റു -1ൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ എന്താ അവിടെ ആൻസർ വരിക? 2 ഇൻറ്റു -1 പ്ലസ് അടുത്ത ആൾ 3 ഇൻറ്റു -1. അത് 3 ഇൻറ്റു -1 തന്നെയാണ്. നമ്മൾ അങ്ങനെ എഴുതുമ്പോൾ 3 ഇൻറ്റു -1 തൽക്കാലം അവിടെ വെക്കുക. പ്ലസ് 7. നോക്കിക്കോ, 4 ഇൻറ്റു -1 എന്താ കിട്ടുക? -4 എന്ന് കിട്ടും. പ്ലസ് 2 ഇൻറ്റു -1 എന്ത് കിട്ടും? -2 എന്ന് കിട്ടും. പ്ലസ് 3 ഇൻറ്റു -1 എന്ത് കിട്ടും? സോറി, ഇവിടെ -1ൻ്റെ സ്ക്വയർ അല്ലേ. -1ൻ്റെ സ്ക്വയറിൻ്റെ ആൻസർ എന്താ കിട്ടുക? +1 ആട്ടോ. എഴുതിയപ്പോൾ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വരും? -2 എന്നല്ല വരിക, പകരം എന്തെന്ന് വരും? 2 എന്ന് വരും. 2 ഇൻറ്റു +1 എന്തെന്ന് വരും? 2 എന്നാണ് വരിക. പ്ലസ് 3 ഇൻറ്റു -1 എന്താ കിട്ടുക? -3 പ്ലസ് 7 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇവിടെ നോക്കിക്കേ, ആദ്യത്തെ ആൾ -4 കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തെ ആൾ +2 അതും കുഴപ്പമില്ല. ഇവിടെ ഒരു പ്ലസ്സും മൈനസും എടുത്തെടുത്ത് വരുന്നുണ്ട്. അതെന്തായിട്ട് മാറും? -3 ആയിട്ട് മാറും. പ്ലസ് 7. ഇനി ആദ്യം കൂട്ടാനുള്ളതൊന്ന് കൂട്ടി വെക്കാം. കൂട്ടാനുള്ളതെന്ന് പറഞ്ഞാൽ പ്ലസ് വരുന്ന ആളുകൾ +2 ഉണ്ട്, +7 ഉണ്ട്. +2ഉം +7ഉം 2 + 7 എത്ര കിട്ടുക? 9. ഇനി അത് ആരൊക്കെ കുറയ്ക്കാനുള്ളത്? -4ന് കുറയ്ക്കാനുണ്ട്. 9ന്ന് 4 പോയാൽ എത്ര കിട്ടും? 5. ഇനി അതിനൊരു 3 കുറയ്ക്കാനുണ്ട്. -3 ഉണ്ട്. 5ന്ന് 3 പോയാൽ എത്ര കിട്ടും? 2. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ആൻസർ കിട്ടുക 2 എന്നായിരിക്കും. 9 - 4 - 3 അല്ലെങ്കിൽ 9 - 7 എന്നായിട്ട് വരും. 2 എന്ന് വരും. ഓക്കെ, നേരെ അടുത്ത സബ് ക്വസ്റ്റ്യൻ.
ഫൈനൽ സബ് ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിലെ തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടിയാണല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 6, സബ് ക്വസ്റ്റ്യൻ 6. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ എക്സിൻ്റെ കോയിഫിഷ്യൻസ്, എക്സിൻ്റെ കൂടെയുള്ള ആൾക്കാർ നേരത്തെയൊക്കെ നമ്പർ ആണെങ്കിൽ ഇവിടേക്ക് എന്താ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് ജനറലായിട്ടാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മൾ നേരെ കണ്ടുപിടിക്കും. പി ഓഫ് 0 എന്ത് കിട്ടും? എ ഇൻറ്റു 0 ക്യൂബ് പ്ലസ് ബി ഇൻറ്റു 0 സ്ക്വയർ പ്ലസ് സി ഇൻറ്റു 0 പ്ലസ് ഡി. നമ്മൾ എക്സിനെ മാത്രം 0 ആക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ അതേപോലെ വെച്ചു. 0 ഇൻറ്റു എനിത്തിങ് നമുക്ക് എന്താ കിട്ടുക? 0 ആണ് കിട്ടുക. ഇവിടെയും 0 ഇൻറ്റു എനിത്തിങ് എന്തായി പോവും? 0. പിന്നെയും 0 ഇൻറ്റു എനിത്തിങ് എന്തെങ്കിലും ആയിക്കോട്ടെ 0. ലാസ്റ്റ് നമുക്ക് ആര് മാത്രമേ ബാക്കിയുള്ളൂ? ഡി. അപ്പോൾ പി ഓഫ് 0ൻ്റെ ആൻസർ എന്താ? പി ഓഫ് 0 ഇസ് ഈക്വൽ ടു ഡി എന്ന് കിട്ടും. ഇനി അടുത്തത് പി ഓഫ് 1 എ ഇൻറ്റു എക്സ് ക്യൂബ് എന്നല്ലേ, അപ്പോൾ എ ഇൻറ്റു 1 ക്യൂബ് പ്ലസ് ബി ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് സി ഇൻറ്റു 1 പ്ലസ് ഡി. നോക്കിക്കോ, 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു എ, 1 ഇൻറ്റു എ എന്താ? എ കിട്ടും. പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു ബി, 1 ഇൻറ്റു ബി എന്ത് കിട്ടും? ബി കിട്ടും. പ്ലസ് സി ഇൻറ്റു 1 സി പ്ലസ് ഡി. അപ്പോൾ പി ഓഫ് 1ൻ്റെ വാല്യൂ എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി. എയും ബിയും സിയും ഡിയും ഒക്കെ പടം ചെയ്യാം, കൂട്ടുക. ഇനി അടുത്തത് പി ഓഫ് -1 ആണ്. പി ഓഫ് -1 ശ്രദ്ധിക്കുക, എ ഇൻറ്റു -1 ക്യൂബ് പ്ലസ് ബി ഇൻറ്റു -1 സ്ക്വയർ പ്ലസ് സി ഇൻറ്റു -1 പ്ലസ് ഡി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു -1ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? ഓഡ് നമ്പറാണ്. അപ്പോൾ എ ഇൻറ്റു -1 ആണ് അത് കിട്ടുക. പ്ലസ് അടുത്ത ആൾ ബി ഇൻറ്റു -1ൻ്റെ സ്ക്വയർ ഈവൺ നമ്പറാണ്, അപ്പം +1 ആണ് ആൻസർ. ബി ഇൻറ്റു +1 ആണ്. +1 നമ്മൾ വേറെ ചിഹ്നമൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ബി ഇൻറ്റു 1 പ്ലസ് സി ഇൻറ്റു -1 തന്നെ പ്ലസ് ഡി. നോക്കിക്കോളാം, എ ഇൻറ്റു -1 എന്താ കിട്ടുക? -a പ്ലസ് ബി ഇൻറ്റു 1 ബി പ്ലസ് പ്ലസ് അല്ല സോറി പ്ലസ് തന്നെ സി ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ -c ആണ് കിട്ടുക. പക്ഷേ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു പ്ലസ്സും മൈനസും എടുത്തെടുത്ത് വന്നു അല്ലേ. പ്ലസ്സും മൈനസും എടുത്തെടുത്ത് വന്നാൽ അവിടെ എന്താവും? അത് രണ്ടും കൂടെ നമുക്ക് ഒറ്റയടിക്ക് എന്ത് എഴുതി വെക്കാം? മൈനസ് എഴുതി വെക്കാം. പ്ലസ് ഡി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. -a പ്ലസ് ബി -c പ്ലസ് ഡി. പി ഓഫ് -1 ഇസ് ഈക്വൽ ടു ഇത്രയും കിട്ടും. അപ്പോൾ ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ 5 വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. അടുത്തൊരു ചാപ്റ്ററിലെ വീഡിയോസായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.